നമ്മളൊരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യാൻ പോവുകയാണ്. മൂത്രചികിത്സ സംബന്ധിച്ച് ദേശീയ സമ്മേളനം 2 ദിവസമായി തിരുവനന്തപുരം വിതുരയിൽ നടക്കുകയാണ്. യൂറിൻ തെറാപ്പി ചികിത്സ പരീക്ഷിച്ച നിരവധി പേരാണ് ഈ സമ്മേളനത്തിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സെമിനാറിൽ മൂത്രചികിത്സയുമായി ബന്ധപ്പെട്ട സെക്ഷനുകളും ചികിത്സാ രീതികളെക്കുറിച്ചുള്ള ക്ലാസുമാണ് നടക്കുന്നത്. യൂറിൻ തെറാപ്പി ചികിത്സ ശാസ്ത്രീയമോ എന്ന വിഷയത്തിൽ നമുക്കൊപ്പം അതിഥിയായി 2 പേർ ചേരുന്നുണ്ട്. ഒപ്പം നിരവധി പ്രതികരണങ്ങൾ കൂടി നമ്മൾ വരും നിമിഷങ്ങളിൽ തേടുകയാണ്. വിവിധ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ ഈ ആധുനിക ലോകത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഉയരുന്നുണ്ട്. IMA പ്രതിനിധി ഡോക്ടർ R. ശ്രീജിത്ത് നമ്മോടൊപ്പം തത്സമയം ചേരും. മൂത്രചികിത്സ നടത്തിയ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ പ്രതിനിധി അഡ്വക്കേറ്റ് N. അരവിന്ദാക്ഷനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കും. ആദ്യം ഡോക്ടർ അരവിന്ദാക്ഷനിലേക്ക് സ്വാഗതം. ശ്രീ അരവിന്ദാക്ഷൻ, അതായത് ഈ ചികിത്സ സംബന്ധിച്ച് ഒരുപാട് വാദങ്ങൾ ഈ ആധുനിക കാലത്ത് ഉണ്ട്. മൂത്രചികിത്സ അതിൻ്റെ ഫലം സംബന്ധിച്ചും അത് ശാസ്ത്രീയമായ അടിത്തറ അതിന് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ താങ്കൾ പങ്കുവയ്ക്കുന്ന വാദങ്ങളും പിൻബലങ്ങളും അനുഭവങ്ങളും. അതായത് മൂത്രചികിത്സ എന്ന വാക്ക് ഞാൻ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. ശരിക്കും നമ്മൾ ഓരോരുത്തരും അവരവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി സുമൂത്രം പാനം ചെയ്യുന്നത് ഗുണകരമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അവർ മൂത്രപാനം നടത്തുകയും അതിലൂടെ കിട്ടുന്ന അതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇത് വളരെ പൗരാണികമായ ഭാരതത്തിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ്. ഏതാണ്ട് ഭഗവത്ഗീതയോളം തന്നെ പഴക്കമുള്ള ദാമരതന്ത്രം എന്ന കൃതിയിലാണ് സ്വമൂത്രം നമുക്ക് ഔഷധമായി ഉപയോഗിക്കാം എന്നാദ്യമായി പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നീട് പല കാലങ്ങളിൽ പല രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്തുവെങ്കിലും നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൊറാർജി ദേശായി അദ്ദേഹം സ്വമൂത്രപാനം ചെയ്തിരുന്നു എന്ന വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലോ ഇല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലോ ഒക്കെ തന്നെ 21-ാം നൂറ്റാണ്ടിലോ ഒക്കെ തന്നെ ഏറ്റവും വലിയ വാർത്തയായി അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായി ഈ വിഷയത്തിൽ ഒരു വാർത്തയായി വന്നിരുന്നത്. ശ്രീ മൊറാർജി ദേശായി മൂത്രപാനം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം എന്തിനാണ് മൂത്രപാനം നടത്തിയിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇപ്പോഴും അജ്ഞരാണ്. സ്വമൂത്രപാനം പലപ്പോഴും അധികം ആളുകളും അവർ ഇതൊരു പ്രയോജനമുള്ള കാര്യമാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയും അങ്ങനെ സ്വയം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രയോഗിക്കുകയും ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ശാസ്ത്രീയമായ പരീക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായ പരീക്ഷണം സ്വമൂത്രപാനത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ മനുഷ്യൻ നേരിടുന്ന ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ ഇപ്പോഴും ലോകത്ത് നടന്നിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ശരീരത്തിലുള്ള നന്മ ചെയ്യുന്ന ബാക്ടീരിയകൾ. ഈ നന്മ ചെയ്യുന്ന ബാക്ടീരിയകൾക്ക് മനുഷ്യൻ്റെ ആരോഗ്യകാര്യമായിരുന്നാലും ശരി, അവൻ്റെ ദൈനംദിന ജീവിതകാര്യമായിരുന്നാലും ശരി, രോഗപ്രതിരോധമായിരുന്നാലും ശരി, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയും എന്നുള്ള വിജ്ഞാനം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനുഷ്യൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ കാര്യമായ ഒരു ഗവേഷണവും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്വമൂത്രപാനം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള ഈ പ്രക്രിയയ്ക്കൊപ്പം പങ്കുചേർന്നിട്ടുള്ള വ്യക്തിയാണ്. പാനം ചെയ്യുന്നതടക്കം താങ്കൾ പരീക്ഷിച്ചു എന്ന് പറയുന്നു. താങ്കൾക്ക് പ്രകടമായി എന്ത് വ്യത്യാസങ്ങൾ, താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തെറാപ്പി സ്വീകരിച്ചത്, അതിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരുപക്ഷെ ഒരു പ്രകടമായ മാറ്റം എന്താണ്? അല്ല, ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഓരോ മനുഷ്യരിലും ഈ നമ്മുടെ സ്വമൂത്രം അത് പാനം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പ്രയോജനം ഓരോ വിധത്തിലാണ്. ഇപ്പോൾ എനിക്കുണ്ടാകുന്ന പ്രയോജനം താങ്കൾക്കോ അല്ലെങ്കിൽ ഡോക്ടർ ശ്രീജിത്തിനോ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനം ഇതായിരിക്കില്ല. കാരണം ഓരോ ആളുകളുടെയും ശരീരം എന്ന് പറയുന്നത് ഓരോ രീതിയാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അലോപ്പതി മരുന്നുകളെ പോലെയോ ആയുർവേദ മരുന്നുകളെ പോലെയോ ഏതെങ്കിലും ഒരു രീതിയിൽ ഉപയോഗിച്ചു അതുകൊണ്ട് ഇന്ന പ്രയോജനം എനിക്ക് കിട്ടി അത് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉയർത്തി നിർത്തുന്നതിന് സ്വമൂത്രം സഹായിക്കും. ഇത് വളരെ പൗരാണികമായിട്ടുള്ള അറിവാണ്. ഈ അറിവിനെ ആയിരുന്നു ശ്രീ മൊറാർജി ദേശായി ശരിക്കും അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവച്ചിരുന്നത്. ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ ശ്രീജിത്ത് കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ ശ്രീജിത്ത്, അതായത് മോഡേൺ മെഡിസിൻ്റെ കാലത്ത്
ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് അടിത്തറയുണ്ടോ, ഇത് ശാസ്ത്രീയമാണോ, എന്തൊക്കെ പിൻബലം ഇതിനുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ഒരുപാട് വാദപ്രതിവാദങ്ങളുണ്ട് ലോകരാജ്യങ്ങളിലടക്കം ഇത്തരത്തിൽ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് ശക്തമായ വാദങ്ങൾ ഉയർത്തുന്നു. അങ്ങ് എന്താണ് മനസ്സിലാക്കിയത്? അതായത് അവനവൻ്റെ രോഗത്തിന് അവനവൻ്റെ മൂത്രം പാനം ചെയ്യാം, കുടിക്കാം, അത് വലിയൊരു ചികിത്സാ രീതിയാണ്, പല രീതിയിലും ഈ മൂത്രത്തെ ഉപയോഗിക്കാമെന്നാണ് ഈ വാദങ്ങൾ ഉയരുന്നത്. അതിനോടുള്ള പ്രതികരണം. നമസ്കാരം. ഒന്നാമതായി ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, മൂത്ര ചികിത്സ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾ പൗരാണികം എന്ന് വിലയിരുത്തപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ തികച്ചും അശാസ്ത്രീയമാണ് എന്നുള്ളൊരു സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി നമ്മുടെ ശരീരം, ഇപ്പം നമ്മുടെ ശാസ്ത്രീയമായി പറയാൻ നമ്മൾ എന്തും ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് അവരുടെ സ്വഭാവമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ നമ്മൾ ചിലപ്പോൾ വെളിയിലിറക്കിയിരുന്നില്ല. അതുപോലെ എന്തും നമുക്ക് ആവശ്യമില്ലാത്ത എന്തും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ജീവിക്കുന്ന ഒരു രീതി. അത് പൗരാണികമാണ്, പണ്ടുമുള്ള രീതിയും അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ശരീരത്തിന്റെ കാര്യത്തിൽ. ശരീരത്തിന് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു എക്സ്ക്രീറ്റ എന്ന് പറയുന്ന ഒരു വസ്തുവാണ് മലവും മൂത്രവും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ടാത്ത ഒരു സാധനം, അതിൻ്റെ അവശിഷ്ടം, അതിൻ്റെ മറ്റു ക്രിയാറ്റിൻ ഉൾപ്പെടെ, അമോണിയ ഉൾപ്പെടെ മറ്റു എക്സ്ക്രീറ്റകൾ, അതായത് കുറച്ച് വിഷാംശം തന്നെ വേണമെങ്കിൽ പറയാം, അത് നമ്മൾ കളയുന്നത് മൂത്രത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയ നടക്കുമ്പോൾ അപ്പോൾ അതിൽ എന്തുമാത്രം ഗുണം ഉണ്ട് എന്നുള്ളത് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇന്നുവരെ പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ശാസ്ത്രീയ അടിസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് പൗരാണികം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പൗരാണികം ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും മാറ്റി എടുത്തിട്ടുണ്ട്. കാര്യം അത് വേറെ കാര്യമില്ല, പഠനം വരുമ്പോൾ ജീവിത രീതിയിൽ അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ട് പോവുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏത് വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിലായാലും. അതുപോലെ തന്നെയാണ് ഈ യൂറിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പൗരാണികമായ ചിന്താഗതി ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്ന phase 1, phase 2, phase 3, phase 4 പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നിർത്തിക്കൊണ്ട് അതിൽ ഇപ്പൊ phase 3 ആണെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മൂത്രവും കുറച്ച് ആൾക്കാർക്ക് പച്ചവെള്ളവും കൊടുത്ത് അവർ രണ്ടിനും അറിയുന്നില്ല. ആ രീതിയിലുള്ള ശാസ്ത്രീയപരമായ അടിസ്ഥാന ഇതിനില്ല എന്നുള്ള സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, നന്മ ചെയ്യുന്ന ബാക്ടീരിയയെ കുറിച്ച് സംസാരിച്ചു. നന്മ ചെയ്യുന്ന ബാക്ടീരിയകൾ ഉണ്ട്, പ്രോബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. അതിന് ഈ പറയുന്ന ട്രയലിലൂടെ എല്ലാം കടന്നുകൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ വിഭാഗക്കാരും അംഗീകരിച്ചുകൊണ്ടുള്ള നമുക്ക് ഇപ്പോൾ പലതരം വയറിളക്കത്തിനൊക്കെ തന്നെ നമുക്ക് നല്ല വയറിനാവശ്യം നല്ല ബാക്ടീരിയ കൊടുക്കുന്ന ഒരു രീതിയും സംജാതമായിട്ടുണ്ട്. അത് പലതരം ശാസ്ത്രീയ മേഖലകളിലൂടെ കടന്ന് അതിന്റെ ട്രയൽസ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കൂടാതെ ഈ പറയുന്നത് പോലെ നമുക്ക് എല്ലാ വിഭാഗങ്ങൾക്കും നമുക്ക് അതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത്തരം ഒരു മൂത്ര ചികിത്സയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ ഇത്തരം അടിസ്ഥാന വസ്തുതയോ അല്ലെങ്കിൽ ഒരു പിൻബലവും ശാസ്ത്രത്തിന്റെ ഇല്ല എന്നാണ്. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ കൂടി പരിശോധിക്കാം. സോറിയാസിസ് ബാധിതനായിരുന്ന റിട്ടയർഡ് ഹോമിയോ ഡോക്ടർ പി പരമേശ്വരന്റെ പ്രതികരണമാണ് കേൾക്കാൻ പോകുന്നത്. യൂറിൻ തെറാപ്പിയിലൂടെ അസുഖം ഭേദമായെന്ന് പരമേശ്വരൻ പറയുന്നു. BP, ഷുഗർ, ഇവയ്ക്കെല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ചു. ഞാനൊരു ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ പോലും അതിനേക്കാളും കവച്ച് വെച്ചുകൊണ്ട് യൂറിൻ തെറാപ്പിയിലൂടെ എനിക്ക് സുഖം പ്രാപിക്കാൻ കഴിഞ്ഞു. 2-3 മാസം കൊണ്ട് തന്നെ എൻ്റെ ശരീരം നിറച്ചുണ്ടായിരുന്ന സോറിയാസിസ് കംപ്ലീറ്റ് മാറി. അതോടൊപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ എല്ലാ മെഡിസിനും സ്റ്റോപ്പ് ചെയ്തു. ഇതിൻ്റെ എല്ലാ ചികിത്സാ രീതിക്ക് കുറേ കാര്യങ്ങളുണ്ട്. അവയെല്ലാം തന്നെ പരിപാലിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് നമുക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ തന്നെയാണ്. ഇത്തരത്തിലുള്ള വാദങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. ശ്രീ അരവിന്ദാക്ഷൻ നായർ, അതായത് നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരം പിന്തള്ളുന്നതാണ്. കാരണം ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. കാരണം നമുക്കറിയാം 95% ജലീയ ഘടകങ്ങൾ, അതിനുശേഷം സോഡിയം, പൊട്ടാസ്യം, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരത്തിലുള്ള ചെറു അംശങ്ങൾ കൂടിയുള്ള ഒരു വസ്തുവാണ്. അത് പുറത്തേക്ക് പോകുന്ന സാധനം വീണ്ടും നമ്മൾ അകത്തേക്ക് എടുത്തുകൊണ്ട് കിഡ്നിക്ക് വീണ്ടും അത്തരത്തിലുള്ള ഒരു പ്രക്രിയയ്ക്ക് കിഡ്നിയെ വിധേയമാക്കുമ്പോഴുണ്ടാകുന്ന അസ്വാഭാവികതകളൊക്കെ തന്നെയാണ് അതിൻ്റെ സൂചനയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിന് എത്രത്തോളം പിൻബലമുണ്ട്, അനുഭവസ്ഥർ പറയുന്നതിലൊക്കെ അടിസ്ഥാനമുണ്ട്? അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, എങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിൻ്റെ ശാസ്ത്രീയത കണ്ടെത്തുന്നത്?
നമുക്കറിയാം, നമ്മൾ അലോപ്പതി മരുന്നുകൾ അതിൻ്റെ ശാസ്ത്രീയത കണ്ടെത്തുന്നത് എവിടെയെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തിയിട്ടാണ്. ഇതാരും ഒരിക്കലും ഉപയോഗിക്കാതിരുന്നാൽ എങ്ങനെ ഇത് പരീക്ഷണമാവുക? ഇത് ശാസ്ത്രീയമായി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് കുറച്ച് ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ മൂത്രം കുടിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇതിനെ ശാസ്ത്രീയമായി പരീക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ പരമേശ്വരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെയുള്ള നിരവധി ആളുകൾ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നത് പോലെ, ഈ നിലയിൽ അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണം. അനുഭവ സാക്ഷ്യം ആവശ്യമുണ്ട് എന്ന് പറയുന്നവർ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ അനുഭവ സാക്ഷ്യം പറയുന്ന ആളുകളുടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടത് ശാസ്ത്രീയത വേണമെന്നുള്ളവരാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 95% എന്ന് പറയുന്നത് യൂറിനിലെ 95% എന്ന് പറയുന്നത് സ്റ്റെറൈൽ വാട്ടറാണ്. ബാക്കി വരുന്ന 5%-ലാണ് നേരത്തെ പറഞ്ഞ ഈ ക്രിയാറ്റിനായിരുന്നാലും അതുപോലെ മറ്റ് ഘടകങ്ങളായിരുന്നാലും ഇതെല്ലാം വരുന്നത് ബാക്കിയുള്ള 5%-ലാണ്. ഇതെല്ലാം നമ്മുടെ രക്തത്തിൽ നിൽക്കുന്നതിൽ നിന്നിൻ്റെ 5% മാത്രമേ നമ്മളിലേക്ക് വരുന്നുള്ളൂ, മൂത്രത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. അത് തന്നെ ഒരു ദിവസം രൂപീകൃതമാകുന്ന മൂത്രത്തിൻ്റെ ഏകദേശം നല്ലൊരു ശതമാനം തിരിച്ച് ശരീരം ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിൻ്റെ തന്നെ നല്ലൊരു ഭാഗം ശരീരം ആഗിരണം ചെയ്യപ്പെടുന്ന ആ ഒരു വസ്തു, അതിൻ്റെ പുറത്തു പോകുന്ന വസ്തു വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഒരു സംശയം ആളുകളിൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് അല്ലാതെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അസുഖങ്ങളുണ്ട്, ഇത് ചർമ്മരോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നവർ പറയുന്നുണ്ട്. കാരണം ശരീരത്തിൽ മൂത്രം ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ പ്രകടമായ മാറ്റം വരുന്നു, സൗന്ദര്യ ഒരു മെറ്റീരിയലായി ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയും, അങ്ങനെയൊക്കെ വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ? അത് ഈ ക്രോണിക്, കാരണം ഞാൻ കേട്ടൊരു നിങ്ങളുടെ തന്നെ ഒരു ഫോറത്തിൻ്റെ ഒരു പ്രതികരണം കണ്ടത് 38 വർഷമായി ക്യാൻസർ ബാധിതരായിരുന്നു, ഈ യൂറിൻ തെറാപ്പി പരീക്ഷിച്ചതിന് ശേഷം അതിൽ നിന്ന് മുക്തനാകാൻ കഴിഞ്ഞു എന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു പ്രതികരണം. ഇതിനൊക്കെ അടിത്തറയുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അടിത്തറ നമ്മൾ ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ മൊറാർജി ദേശായിലേക്ക് തന്നെ പോകണം. മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, മൂത്രം കുടിച്ചിരുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നു ഡോക്ടർ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മൊറാർജി ദേശായി എന്തിനായിരുന്നു മൂത്രം കുടിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പോഴും അതിൻ്റെ ഉത്തരം അവർക്കറിയില്ല. അവരാരും ഇതൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. അപ്പം നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും ബുദ്ധിമാന്മാരായ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ശ്രീ മൊറാർജി ദേശായി. അദ്ദേഹം പക്ഷേ ഇന്നും മൊറാർജി ദേശായിക്ക് മുൻപും പിൻപുമുള്ള പ്രധാനമന്ത്രിമാരെ ഇപ്പോഴും ആളുകൾ വളരെ കാര്യമായി ഓർക്കാതെ പോകുന്നുവെങ്കിൽ മൊറാർജി ദേശായി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം സ്വമൂത്രപാനം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, മൊറാർജി ദേശായി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഫൈനാൻസ് മിനിസ്റ്ററായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ഏറ്റവും വിദ്യാസമ്പന്നരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളുമായിരുന്നു ശ്രീ മൊറാർജി ദേശായി. അദ്ദേഹം ഏകദേശം 30-ാമത്തെ വയസ്സിലാണ് സ്വമൂത്രപാനം തുടങ്ങുന്നത്. അദ്ദേഹം സ്വമൂത്രപാനം തുടങ്ങുന്നതിന് തന്നെ ഒരു ചരിത്രമുണ്ട്, ഒരു കാര്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ലോക ജനത അറിയേണ്ടതാണ്. എന്തിനായിരുന്നു മൊറാർജി ദേശായി സ്വമൂത്രപാനം ചെയ്തത്? അദ്ദേഹം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായതുകൊണ്ടോ ഒന്നും ചെയ്തതല്ല. നമുക്കറിയുന്ന പോലെ, അതായത് 24-ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി അദ്ദേഹം സ്വന്തം ജില്ലയുടെ കളക്ടറായ ആളാണ് മൊറാർജി ദേശായി. അദ്ദേഹം കളക്ടർ എന്നുള്ള പദവിയിൽ അദ്ദേഹത്തിന്റെ ദിനചര്യകൾ, അദ്ദേഹം ഈ യൂറിൻ തെറാപ്പിയെ സമീപിച്ച രീതികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഒരുപാട് സാക്ഷ്യപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. യൂറിൻ തെറാപ്പി പരീക്ഷിച്ച സിനിമാ താരം കൊല്ലം തുളസിയുടെ അനുഭവം കൂടി പങ്കുവയ്ക്കുകയാണ്. പ്രതികരണത്തിലേക്ക്. ഞാൻ ഒരുപാട് രോഗങ്ങളുണ്ട്, ക്യാൻസറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ രോഗങ്ങളുണ്ട്. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, മുട്ടുവേദനയുണ്ട്. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ 8 മാസമായിട്ട് യൂറിൻ തെറാപ്പി അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് രീതി ഞാൻ പഠിച്ച്, യൂറിൻ തെറാപ്പി എന്നുള്ള ബുക്ക് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അനുഭവസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ച് ഉൾക്കൊണ്ടതിന് ശേഷം യൂറിൻ തെറാപ്പി സ്വയം തുടങ്ങിയതിന് ശേഷം അത്ഭുതകരമായ മാറ്റമാണ്. 3 മണിക്ക് എഴുന്നേറ്റാലും 4 മണിക്ക് എഴുന്നേറ്റാലും ആദ്യത്തെ മൂത്രം ഞാൻ ചിലപ്പോൾ ഒരു 200 മില്ലി വരെ വേണം. ഒരു ചെറിയ മഗ്, ഒരു സ്റ്റീൽ മഗ്ഗിനകത്തിട്ട് അത് അപ്പാടെ ഞാൻ കുടിക്കും. മൂത്രം ഞാനെടുത്ത് ശേഖരിച്ച് വെക്കാറുണ്ട്. ഒരു 2 മാസം വരെ ശേഖരിച്ച് വെച്ചിരുന്ന മൂത്രം ഞാനെടുത്ത് ബക്കറ്റിൽ വെച്ച് ന്യൂറോപ്പതിയുള്ള എൻ്റെ കാലുകൾ 2 ഞാൻ കാലിനകത്ത് ഇറക്കി വെച്ച് ഇപ്പോൾ ഞാൻ ഒരുപാട് വ്യത്യാസപ്പെട്ടു. എനിക്ക് മുട്ടുവേദന മാറി. ഇന്ന് ഞാൻ നടക്കുന്നുണ്ട്, സ്പീഡിൽ നടക്കും. എൻ്റെ ശബ്ദം പോയി. 10,75,000 രൂപ ഞാൻ സ്കാൻ ചെയ്ത് ക്യാൻസർ ആണോ എന്ന് വരെ സംശയിച്ചു. പക്ഷേ എല്ലാ
മെഡിക്കൽ സയൻസും പരാജയപ്പെട്ടിട്ട് ഞാൻ ഒരു 7-8 തവണ ഇത് കൊണ്ട് ഗാർഗലിംഗ് ചെയ്തു. എൻ്റെ ശബ്ദം മാറി, എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. ഉണർന്നെണീറ്റാൽ ആദ്യത്തെ മൂത്രം അത് മഗ്ഗിൽ ശേഖരിച്ച് കുടിക്കുമെന്നാണ് കൊല്ലം തുളസി നടൻ പറയുന്നത്. ഇതിനുള്ള പ്രതികരണം ഡോക്ടർ ശ്രീജിത്തിൽ നിന്നും തേടാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം തുളസി തൻ്റെ ആരോഗ്യ രഹസ്യം വെളിപ്പെടുത്തുകയായിരുന്നു. മൂത്രം കുടിച്ചാണ് താൻ എത്രത്തോളം ആരോഗ്യം പരുവപ്പെടുത്തിയെന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത്. ഇതിൻ്റെ പ്രതികരണം എന്തായാലും ഡോക്ടർ ശ്രീജിത്ത് നടത്തും. ശ്രീജിത്ത്, കാരണം കൊല്ലം തുളസിയുടെ അനുഭവ സാക്ഷ്യമാണ് താങ്കൾ കേട്ടത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അവകാശവാദമാണത്. അതിനപ്പുറത്തേക്ക് ഈ ഇംഗ്ലണ്ടിൽ നടക്കം അടുത്തിടെ ഈ ഹാരി എന്നൊരു യുവാവിൻ്റെ, കാരണം വലിയ രോഗങ്ങളാൽ കഷ്ടപ്പെട്ട ഒരു യുവാവായിരുന്നു താൻ. അതിനുശേഷം താൻ 1-2 മാസം വരെ ഈ മൂത്രം ശേഖരിച്ച് വെച്ച് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു പത പോലെയൊക്കെ ആവുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ആദ്യം എണീച്ച് ഇതേ 2 മാസം കരുതി വെച്ച മൂത്രത്തിലേക്ക് കുറച്ചുകൂടി മൂത്രം ഒഴിച്ച് ഗ്ലാസ് ഫുള്ളാക്കിയ ശേഷം താൻ അതിങ്ങനെ കുടിക്കുമായിരുന്നു. പ്രകടമായ മാറ്റം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുകയും ബ്രിട്ടീഷ് ജേണലുകളൊക്കെ ഇത് എഴുതുകയും ഒക്കെ ചെയ്തത്. ഈ ആധുനിക ശാസ്ത്രവുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ കൊല്ലം തുളസിയുടെയും നേരത്തെ അരവിന്ദാക്ഷം പറഞ്ഞതിനെയൊക്കെ ഇതിൻ്റെ സൗന്ദര്യ ഗുണങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് വൈദ്യശാസ്ത്ര രംഗത്ത് നിന്നുകൊണ്ട്? ഇതിൽ പേഴ്സണലായിട്ട് വേറെ ഒന്നുമില്ല. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അരവിന്ദാക്ഷൻ സാർ എന്നെ പറഞ്ഞു, ഇത് ഓരോ ഒരു വ്യക്തിയുടെയും യൂറിൻ ഓരോ രീതിയിലാണ് ഉപയോഗപ്പെടുക എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ നമ്മളിത് കോമൺ ആയിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ തന്നെ, ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ലോക ജനതയുടെ മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ ഇന്ന അസുഖം മാറ്റാൻ ഇത് മതി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുക? അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെയും മൂത്രം പ്രതികരിക്കുക, അല്ലെങ്കിൽ ഓരോന്നിനും ആ രീതിയിൽ പറയുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ശ്രീ മൊറാർജി ദേശായി സാറോ അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം തുളസി സാറോ ഒരു അനുഭവം വച്ചുകൊണ്ട് ഒരിക്കലും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ഒരു രീതിയെ നമുക്ക് ഇത്തരം പ്രചരണം നടത്തുന്നത് തന്നെ തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് IME പോലുള്ള സംഘടനകൾ. കാരണം നമ്മൾ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ ഒരു ലോകത്ത് പലതരം ഇത്രയും അഡ്വാൻസ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഒരു കുട്ടിയുടെ രൂപത്തിൽ പോലും അല്ലാതിരിക്കുന്ന ഇത്തരം ചികിത്സാ രീതി സമ്പ്രദായം, തെറ്റായ രീതിയിലുള്ള സമ്പ്രദായത്തെക്കുറിച്ച് ഇത്തരം വാചാലതയോടെ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മളൊന്ന് അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ എന്നുള്ള അഭിപ്രായമാണ്. മീഡിയ പോലും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചൊന്ന് ആലോചിച്ച് പബ്ലിസിറ്റി കൊടുത്താൽ കൊള്ളാം എന്ന അഭിപ്രായം കൂടെ ശ്രീജിത്ത്, അതായത് ഇതൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അംഗീകരിക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ ഈ വന്ന വാദങ്ങളും ഈ പ്രതികരണങ്ങളും നമ്മളത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ രണ്ട് വശവും, കാരണം ഞാൻ അതാണ് താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശം കൂടി തേടുന്നത്. കാരണം ഇതിനൊക്കെ അടിത്തറയുണ്ടോ, ശാസ്ത്രീയമായ വശമുണ്ടോ എന്ന് തേടുന്നതിൻ്റെതാണ്. പക്ഷേ ഇത്രയും പേർ, കാരണം നോക്കൂ, കൊല്ലം തുളസി അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കണമല്ലോ. അല്ല, അത് താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. പക്ഷെ അതിൽ ഒരു മനസ്സിലാക്കുന്ന ഇത് ഒരു മൈനോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു ചെറിയ 2-3 ആൾക്കാരോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ അരവിന്ദാക്ഷൻ സാർ നേരത്തെ പറഞ്ഞു, ഓരോരുത്തരുടെ മൂത്രം ഓരോ രീതിയിലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ചികിത്സാ സമ്പ്രദായമായിട്ടോ മറ്റോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? രണ്ടാമത്, ഇതിനൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അപ്പാടെ തള്ളിക്കളയേണ്ട ഒരു ചികിത്സാ രീതി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അല്ല IMA എന്ന സംഘടനയുടെ അഭിപ്രായം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ശ്രീജിത്ത്, നമുക്ക് മടങ്ങിയെത്ത ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. സിനിമാ താരവും അധ്യാപികയുമായ സജിത പള്ളത്ത് അനുഭവം പങ്കുവയ്ക്കുന്നു. എന്നെ സംബന്ധിച്ച് ആദ്യകാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു ഡിപ്രഷൻ, അതുപോലെ മൈഗ്രെയിൻ, അതൊക്കെ എനിക്ക് ഇതിലൂടെ മാറിക്കിട്ടിയ നല്ല അനുഭവമാണുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വേസ്റ്റ് അല്ല, ബട്ട് ഇറ്റ് ഈസ് മസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് കളർലെസ് ബ്ലഡാണ്, യൂറിൻ എന്നുള്ളത് വേസ്റ്റ് അല്ല. നമ്മൾ മനസ്സിലാക്കിയതിലുള്ള ചില തെറ്റുകളാണ് നമുക്കിതൊരു വേസ്റ്റായി തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് കഴിച്ച 1 മാസം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. ശ്രീ അരവിന്ദാക്ഷനിലേക്ക്. ശ്രീ അരവിന്ദാക്ഷൻ, 2 കാര്യങ്ങൾ. ഒന്ന്, കാരണം മൂത്രം എന്ന് പറയുമ്പോൾ നമുക്ക് അല്പം, കാരണം ഒരു ദിവസമൊക്കെ പഴകിയാൽ പോലും ഒരു മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോലും നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, അത്രയും ഗന്ധമാണ്. ആ നിലയ്ക്ക് ഈ 1 മാസമൊക്കെ വെച്ചിരുന്ന് അത് കുടിക്കുമ്പോഴുണ്ടാകുന്ന ഈ സാക്ഷ്യപ്പെടുത്തൽ അവർ വല്ലാത്തൊരു അറപ്പൊക്കെ തോന്നില്ലേ? അപ്പം താങ്കളത് കൂടി കുടിക്കുന്ന ആൾ ആയതുകൊണ്ടാണ് ആ പ്രതികരണം തരുന്നത്. മറ്റൊരു കാര്യം, ഈ ദേശീയ സമ്മേളനമുണ്ടല്ലോ, ഈ സംവാദ പരിപാടി, അതിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ വിതുരയിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ?
അല്ല അതിൽ നമ്മൾ അറിയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മൂത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴും കാര്യമായ ഗവേഷണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. മൂത്രത്തിൽ നിന്ന് ധാരാളം മരുന്നുകൾ വേർതിരിച്ചെടുത്ത് ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയിലും ജപ്പാനിലും ഒക്കെ തന്നെ മൂത്രത്തിൽ നിന്നും മരുന്നുകൾ വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും മൂത്രവും വ്യത്യസ്തമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരുടെയും ഓരോ നേരത്തെയും മൂത്രവും വ്യത്യസ്തമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ IMAയോ ഡോക്ടർ ശ്രീജിത്തോ ഇതുവരെ കാര്യമായി ഒന്നും മനസ്സിലാക്കാതെയാണ് അവർ അഭിപ്രായം പറയുന്നതെന്നുള്ള ഒരു ദയനീയമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ശരിക്കും ഈ യൂറിൻ തെറാപ്പി ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പോലും ആ ചെയ്യുന്ന ആളുകൾ അവർ പൂർണ്ണമായും സംതൃപ്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരാളെ നിർബന്ധിച്ച് നമുക്ക് ഒരിക്കലും യൂറിൻ കഴിക്കാൻ ഉപദേശിക്കാൻ പറ്റില്ല. ആർക്കാണോ ഇതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് അവരിത് കഴിക്കുകയും ആ കഴിച്ച ആളുകൾക്ക് മുഴുവൻ അതിൻ്റെതായ പ്രയോജനമുണ്ട്. യൂറിൻ കഴിച്ചതിന് ശേഷം എനിക്കൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് ക്രൈമിന്റെ പരിധിയിലേക്കാണൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് തോന്നിയതിലൊരു ആശ്ചര്യം കൊണ്ട് ചോദിച്ചത്. മൂത്രം കുടിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് ആരെയെങ്കിലും ഈ ഒരാൾക്ക് ഒരിക്കലും വേറൊരാളെ മൂത്രം കുടിപ്പിക്കാൻ കഴിയില്ല. മൂത്രം കുടിപ്പിക്കുക ശരിക്കും മൂത്രപാനത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നതിന് ചില ബുക്കുകളുണ്ട്. ഞങ്ങൾ അവരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാട്ടർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ബുക്ക്, അല്ലെങ്കിൽ യൂറിൻ തെറാപ്പി എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികളുള്ള ആളുകൾ അവരിത് പരീക്ഷിച്ച് നോക്കുന്നു, അവർക്ക് ഗുണം ലഭിക്കുന്നു. നേരത്തെ സരിതാ പള്ളത്ത് വന്ന് പറഞ്ഞു, ശ്രീ കൊല്ലം തുളസി വന്ന് പറഞ്ഞു. ഇവരൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നത് ഈ പുസ്തകം വായിച്ച് അതിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇത് ഉപയോഗിച്ച് നോക്കും. ശരി ശ്രീ അരവിന്ദാക്ഷൻ, നമുക്ക് ഒരു പ്രതികരണം കൂടി നമുക്ക് കേട്ട ശേഷം മടങ്ങി വരാം. സ്വകാര്യ ആയുർവേദ ഡോക്ടർമാരും യൂറിൻ തെറാപ്പി നിർദ്ദേശിക്കാറുണ്ട്. ഡോക്ടർ പൂർണിമ അരവിന്ദിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസുകളിലും അതുപോലെ ഡാൻഡ്രഫ് മാറാതെ നിൽക്കുന്ന ഡാൻഡ്രഫിൽ വൂണ്ട് മാനേജ്മെൻറ്റ്, അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, വെരിക്കോസ് അൾസർ, ഡയബറ്റിസ് രോഗികളിലാണെങ്കിൽ പോലും വെരിക്കോസ് അൾസറുകളിൽ നല്ല മാറ്റം വരുന്നുണ്ട്. യൂറിൻ തെറാപ്പി കൂടെ അഡ്വൈസ് ചെയ്യുന്നത്. പ്യുവർ യൂറിൻ തെറാപ്പി അല്ല, ഞങ്ങളുടെ മെഡിസിൻസോടൊപ്പം യൂറിൻ തെറാപ്പി അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതും ഞങ്ങൾ കൂടുതലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻറ്റേർണൽ അങ്ങനെ അഡ്വൈസ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഡോക്ടർ ശ്രീജിത്തിലേക്ക്. ഡോക്ടർ ശ്രീജിത്ത്, ഇത് ആയുർവേദ ഡോക്ടർമാരുടെ കൂടി പ്രതികരണമാണ് കേട്ടത്. അവസാനമായി അല്ല, ഇത് ആയുർവേദ ഡോക്ടർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന ഇത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം ആയുർവേദത്തിൽ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് യാതൊരുവിധ അറിവും എൻ്റെ പക്കലില്ല, എനിക്ക് തോന്നുന്നില്ല. അതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ ഒരു സ്വകാര്യ ചികിത്സയിൽ അവർ നടത്തിയ ഒരു ഇന്നോവേഷൻ ആയിരിക്കാം, എനിക്കറിയത്തില്ല. എനിവേ, എന്തായാലും ഇത്തരം ചികിത്സാ സമ്പ്രദായം നമുക്ക് അടിസ്ഥാനപരമായി പ്രൂവണായി ചെയ്തതിനു ശേഷം മാത്രമേ ജനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്തരം ബുക്ക് വായിച്ച് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു കൺസൾട്ടേഷൻ, നിങ്ങളുടെ യഥാർത്ഥ അസുഖം മനസ്സിലാക്കി ആ രീതിയിലുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. IMA എന്ന് പറയുന്ന സംഘടന ഇത്തരം തെറ്റായ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ചികിത്സാ രീതിക്കെതിരെ എന്നും ശക്തമായി നിലവിലുണ്ട്. അപ്പോൾ എന്ത് കാരണവശാലും നിങ്ങൾക്കൊരു ചികിത്സാ സമ്പ്രദായത്തെ ആലിംഗനം ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവേത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിനാവശ്യമുണ്ടോ നോക്കി മാത്രം മുന്നോട്ട് പോകണമെന്ന അഭ്യർത്ഥനയാണ് IMA എന്ന സംഘടനയ്ക്ക് ജനങ്ങളോട് മുന്നോട്ട് വയ്ക്കാം. ശരി, വളരെ നന്ദി ശ്രീജിത്ത് പ്രതികരിച്ചതിന്. ഒപ്പം അരവിന്ദാക്ഷൻ നായരും അതിൻ്റെ വാദങ്ങളൊക്കെ തന്നെ ഉയർത്തുകയായിരുന്നു. വളരെ നന്ദി ഇരുവർക്കും. യൂറിൻ തെറാപ്പി ദേശീയ സമ്മേളനം ഇന്നും നാളെയും വിതുരയിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രത്യേക വിഷയം പരിശോധിച്ചത്. ഇനി